മാർച്ച് 14 ശനിയാഴ്ച. ഇന്ന് 9 ബാലിസ്റ്റിക് മിസൈലുകളും 33 ഡ്രോണുകളും ഇന്റർസെപ്റ്റ് ചെയ്തതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഫെബ്രുവരി 28-ന് സംഘർഷം തുടങ്ങിയ നാൾ മുതൽ ഇതുവരെ 294 ബാലിസ്റ്റിക് മിസൈലുകളും 15 ക്രൂയിസ് മിസൈലുകളും 1600 ഡ്രോണുകളുമാണ് ഇറാനിൽ നിന്ന് രാജ്യത്തിനെതിരെ പ്രയോഗിക്കപ്പെട്ടതെന്നും പ്രതിരോധ മന്ത്രാലയം. 6 മരണങ്ങൾ UAEയിൽ റിപ്പോർട്ട് ചെയ്തു. മരിച്ചവരിൽ ഒരു എമറാത്തിയും പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് പൗരന്മാരുമുണ്ട്. 141 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിൽ ഇന്നുണ്ടായ അഗ്നിബാധ ഡ്രോൺ പ്രതിരോധത്തിനിടെ അവശിഷ്ടങ്ങൾ വീണാണെന്ന് ഫുജൈറ മീഡിയ ഓഫീസ് അറിയിച്ചു. ആർക്കും പരിക്കില്ല. സിവിൽ ഡിഫൻസ് സംഘം സ്ഥലത്തെത്തി കാര്യങ്ങൾ നിയന്ത്രിച്ചു. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ജനങ്ങളോട് മീഡിയ ഓഫീസ് നിർദ്ദേശിച്ചു. മിസൈൽ പ്രതിരോധത്തിനിടെ വീഴുന്ന അവശിഷ്ടങ്ങൾക്കരികിൽ പോകരുതെന്നും സ്പർശിക്കരുതെന്നും ഫോട്ടോകൾ എടുക്കരുതെന്നും അവശിഷ്ടങ്ങൾ കണ്ടാൽ 999-ൽ വിളിച്ച് അധികൃതരെ അറിയിക്കണമെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ UAEയിൽ ഗ്ലോബൽ വില്ലേജ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടഞ്ഞുകിടക്കും. ഈ വർഷം ഈദുൽ ഫിത്തർ പ്രമാണിച്ച് നടത്താനിരുന്ന ഫയർ വർക്ക്സും ഡ്രോൺ ഷോയും റദ്ദാക്കിയതായും ഗ്ലോബൽ വില്ലേജ് അധികൃതർ അറിയിച്ചു. ഇറാഖി കുർദിസ്ഥാൻ മേഖലയിൽ ഇതിനിടെ UAE കോൺസുലേറ്റിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണമുണ്ടായി. 2 പേർക്ക് പരിക്കേറ്റു. കെട്ടിടത്തിനും കേടുപാടുകൾ പറ്റി. ഈ ആഴ്ച ഇത് 2ാം തവണയാണ് UAE കോൺസുലേറ്റിന് നേരെ ആക്രമണം ഉണ്ടായത്. സംഭവത്തെ UAE ശക്തമായി അപലപിച്ചു. സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ UAEയിൽ ICSE 10ാം ക്ലാസ് പരീക്ഷയും ISE 12ാം ക്ലാസ് പരീക്ഷകളും റദ്ദാക്കിയതായി കൗൺസിൽ ഫോർ ദ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ അറിയിച്ചത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അമ്പരപ്പിച്ചു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബോർഡ് പരീക്ഷകൾ റദ്ദാക്കുന്നതെന്നാണ് വിശദീകരണം. പരീക്ഷകൾക്കു പകരം ബദൽ അസസ്മെന്റുകൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. അത് സംബന്ധിച്ച് ഉചിതമായ തീരുമാനം പിന്നീട് അറിയിക്കുമെന്നും ബോർഡ് വ്യക്തമാക്കി. COVID-19 കാലത്ത് സ്വീകരിച്ചിരുന്നതുപോലെ ഇന്റേണൽ സ്കൂൾ അസസ്മെന്റ്, പ്രീ ബോർഡ് എക്സാമിനേഷൻ സ്കോറുകൾ, കോഴ്സ് വർക്ക് ആൻഡ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലാവും അസസ്മെന്റ് എന്നാണ് സൂചന. വിദ്യാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ ഗൈഡൻസ് ഇക്കാര്യത്തിൽ നൽകുമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ബോർഡും സ്കൂൾ അധികൃതരും അറിയിക്കുന്നു.